സിഹായുസത്തിൽ വന്ന എല്ലാ ഹദീസും സ്വഹിയല്ല, ദഈഫുണ്ട്, ചിലതൊക്കെ മൗദൂഉമുണ്ട്. അത് അതിൻ്റെ ഗ്രന്ഥകാരന്മാർ പോലും അവകാശപ്പെട്ടിട്ടില്ല ഇതിലുള്ള മുഴുവൻ സ്വഹിയാണ് എന്ന്. അവർ സേവനം ഉദ്ദേശിച്ചു. അപ്പം ചിലർ ഉദ്ദേശിച്ചത് കർമ്മശാസ്ത്ര ഓർഡറിൽ ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിക്കാനാണ്. മിക്കവാറും ഹദീസ് കിതാബുകളൊക്കെ ആ തർത്തീബിലാണ്. മിക്കവാറും ഹദീസ് ഗ്രന്ഥങ്ങൾ ഫിഖ്ഹി തർത്തീബിലാണ്. വുളൂഅ് തുടങ്ങി വുളൂഅ്, തയമ്മും, കുളി, ഹൈദ്, നിഫാസ്, പിന്നെ നിസ്കാരം, അത് കഴിഞ്ഞാൽ പിന്നെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, പിന്നെ കച്ചവടങ്ങൾ. അങ്ങനെയാണ് ഹദീസ് കിതാബുകളെല്ലാം ഒരു കിതാബുകളൊക്കെ തർത്തീബുകൾ പോകുന്നത്. അപ്പോൾ അവർ ഉദ്ദേശിച്ച ചില ഉദ്ദേശങ്ങളുണ്ട്. ഈ വിഷയങ്ങളിൽ നബിന്ന് വന്നതെല്ലാം ക്രോഡീകരിക്കുക. അപ്പം ചില വിഷയം പറയാൻ ഒരു പക്ഷേ സ്വഹീഹ് ഹദീസ് കിട്ടിയില്ല. കിട്ടിയ ഹദീസ് സംശയങ്ങൾ ബാക്കിയുള്ളവയാണ്. ആ സംശയങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ ആ റിപ്പോർട്ട് അവിടെ കൊടുക്കും. ഈ വിഷയത്തിൽ ഇതാണുള്ളത്, ദേവസ്വ പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ചില പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ എടുത്തുകൊടുക്കും. അതുകൊണ്ട് അവരെ ബാധ്യത കഴിഞ്ഞു. അവരവകാശപ്പെട്ടിട്ടില്ല ഇതിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാം 100% സ്വീകാര്യമാണ്, അവകാശപ്പെട്ടിട്ടില്ല. ഇമാം ബുഖാരി അത് അവകാശപ്പെട്ടിട്ടുണ്ട്. കേവലം അവകാശമല്ല, ഇമാം ബുഖാരി അത് കൃത്യമായി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബുഖാരിക്ക് ശേഷം വന്ന മുസ്ലിം ലോകം 1200 കൊല്ലം ഇജ്മാ ആയി ഇത്തിഫാക്കായി അത് അംഗീകരിച്ചിട്ടുമുണ്ട്. മാത്രവുമല്ല, ഒരു ഹദീസ് സ്വഹീഹാവുക എന്നതിന് പിന്നീട് പവർ കൂടുന്ന ചില ഘടകങ്ങളുണ്ട്. എല്ലാ സ്വഹീഹ് ഹദീസും ഒരേ നിലവാരമല്ല. സ്വഹീഹൊക്കെ പ്രമാണമാണ്. പക്ഷെ സ്വഹീഹിൻ്റെ എല്ലാത്തിനെയും ബലം ഒന്നാണ് വെച്ചാൽ അല്ല, ബലത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു ഹദീസ് 10 ആൾ പറഞ്ഞു, വേറെ ഹദീസ് ഒരാൾ പറഞ്ഞു, രണ്ടും സ്വഹീഹാണെങ്കിൽ രണ്ടും പ്രാവർത്തികമാക്കണം. പക്ഷെ 10 ആൾ പറഞ്ഞതിന് ഒരാൾ പറഞ്ഞതിനേക്കാളേറെ കുറച്ചുകൂടെ അതിന് ഖുവ്വത്ത്, ശക്തി കൂടും. അപ്പം ഹദീസിന് ശക്തി കൂടാനുള്ള കുറേ ഘടകങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു ഘടകമാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചു എന്നത്. ഇവിടെ ഹദീസ് സ്വഹീഹാണ് പ്ലസ് ഇമാം ബുഖാരിയാണ് ഉദ്ധരിച്ചത്. അപ്പം പിന്നെ സ്വഹീഹാന്ന് പറഞ്ഞ പോലെ ലേശം കൂടി അതിന് നിലവാരം വർദ്ധിച്ചു. ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചു, ഒന്നുകൂടി അതിന് നിലവാരം കൂടി.